ഹലോ ഗൈസ്, വേറൊന്നുമല്ല ഗൈസ്, ഞാനിപ്പോൾ വന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടാണ്. ഇപ്പോൾ ഒന്ന് മനസ്സിൽ തോന്നിയതെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ്. വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ മലയാളികളുടെ ഓവർ പൊളൈറ്റ്നെസ്സിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഗൈസ്, നമ്മളെ മലയാളികൾ നമ്മളെ ലോകത്ത് എവിടെ പോയാലും അവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ്. അത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമുക്ക് നമുക്കൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നല്ല കേലിബറുള്ള ആൾക്കാരാണ്, എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഓവർ പൊളൈറ്റഡ് ആണ് ഗൈസ്. എനിക്കിത് മനസ്സിലായി തുടങ്ങിയത് എനിക്കൊരു റീസെൻ്റ്ലി മനസ്സിലായി തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊളൈറ്റ്നെസ് നമ്മൾ കാണിക്കാനുള്ള വ്യക്തികൾ ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സിനെ നമ്മൾ പൊളൈറ്റ്നെസ് കാണിക്കണം. പിന്നെ നമ്മളെ മാതാപിതാക്കളടുത്ത് നമ്മൾ പൊളൈറ്റ്നെസ് കാണിച്ചാലും കുഴപ്പമില്ല. അത് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പൊളൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു സീനിയർ, ഇവർക്കൊന്നും നമ്മൾ ഓവർലി പൊളൈറ്റഡ് ആവാൻ പാടില്ല ഗൈസ്. ഇത് നമ്മുടെ കരിയറിനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് പല സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഗ്രോത്ത് ലെവൽ അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനായിട്ട് നമ്മൾ വളരെ അത് ഹെൽപ്ഫുൾ ആവും. ഇത് ചിലവർക്ക് മനസ്സിലാവും ഗൈസ് ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവായി എടുക്കുക. അതല്ലെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തിട്ട് അതെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളതിന് ടേക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. Until this time, thank you.